Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടുത്ത അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് ഡേ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പറയുന്നില്ല, അല്ല പറഞ്ഞിട്ട് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നൈഫ് എടുത്തിട്ടുണ്ട്, അത് വെച്ചാൽ അതിൻ്റെ ടേപ്പ് കീറിക്കളയാം. അതിനുശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കുഴപ്പമില്ലാത്തൊരു പാക്കിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് സോൾഡറിങ് വേണം, പിന്നെ അതിൻ്റെ കൂടെ മറ്റേ വയർ കട്ടർ, സ്ലീവർ, സോൾഡറിങ് ലെഡ്, അതുപോലുള്ള ഓരോ സാധനങ്ങളൊക്കെ. ഇത് അവരുടെ ഒരു കാർഡാണ്, അവരുടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഓർഡിനോ പ്രോഡക്ട്സ് അതുപോലെ ഡ്രില്ലിങ് മെഷീൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. മെയിൻ ഐറ്റം അകത്താണ്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്. 2 സ്ക്രൂ ചാടിപ്പോയി. അതെന്തോത്തിനാന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ലാസ്റ്റിലെല്ലാം ഫിക്സ് ആവശ്യം വരുമ്പോൾ. ഇത് നമ്മുടെ ഈ ഡയോഡ്സും അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സും ഒക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യാനാണ്, കൈ പൊള്ളാതിരിക്കാൻ. അതിനുള്ളൊരു സേഫ്റ്റിക്കായിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വയർ കട്ടർ അതുപോലുള്ള സ്ലീവർ ഒക്കെയാണ്. ഇതിനൊരു ലോക്ക് ടെക്നിക്ക് ഉണ്ട്. അത് ലാസ്റ്റ് ഞാൻ ഔട്ട്രോയി വീഡിയോ ലെങ്തി ആവത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. വീഡിയോ ലെങ്തി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിളിക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സോൾഡറിങ് ആൻഡ് ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് സോൾഡറിങ് അയൺ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്കൊന്നും നടക്കത്തില്ല. ഇതിൻ്റെ വയർ കണ്ടിട്ട് അത്യാവശ്യം നീളമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ സോൾഡറിങ് പേസ്റ്റ് ആണ്. നമ്മുടെ സോൾഡറിങ് ലെഡിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സോൾഡറിങ് ലെഡ്. ഇത് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു 100 രൂപയ്ക്ക് അടുത്തൊക്കെ വരും. 80-ന് താഴെ വിലയുള്ളതില്ല. ഇതുപോലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ചെറുത് വാങ്ങിക്കണം. ഇതിൻ്റെ കൂടെ കിട്ടുക കേട്ടോ. പിന്നെ നമുക്ക് സോൾഡറിങ് എല്ലാം ഒന്ന് അയച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സോൾഡറിങ് അയൺ. ഇപ്പോൾ അത്യാവശ്യം നല്ല പവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാം. അതിന് നമുക്ക് ഒരു സ്ക്രൂ എടുക്കാം. അതിനുശേഷം അത് അഴിച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ അടി പ്ലെയറോ സ്പാനറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പിന്നെ മുകളിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിരിക്കത്തില്ല. കുറച്ച് പാട് വിട്ടാണ് ഇത് ടൈറ്റ് ചെയ്തത്. പ്ലെയറോ സ്പാനറോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പാട് വരച്ചില്ല, എന്നാലും കുറച്ച് പാടാണ്. നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഒരുവിധം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോൾഡറിങ് ആണ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഇപ്പം നിങ്ങൾ വിരിച്ചിരിക്കുന്ന ടേബിളിൻ്റെ ആ ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റ് പ്ലാസ്റ്റിക്കാണ്. അന്നേരം അതേലോട്ടെങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ ഇത് അപ്പം ആ നിമിഷം ഉരുകിപ്പോവും. അന്നേരം അങ്ങനെ ഉരുകിപ്പോവാതെ നമുക്ക് സേഫ്റ്റിക്കാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ അടുത്ത് കൊണ്ടുവന്നപ്പോൾ കണ്ടു കാണും ഒരു റെഡ് കളർ ലൈറ്റ് കത്തിയത്. ആ ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഓണായി എന്നുള്ളത്. ശേഷം നമുക്ക് ലെഡ് പൊട്ടിക്കാം. ലെഡിൻ്റെ കവർ പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഒരു പഴയ റിമോട്ടിൻ്റെ ഒരു ബോഡിയിൽ നിന്ന് ഒരു IR LED ഊരിയിട്ട് നമ്മളത് റീസോൾഡർ ചെയ്ത് വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ സോറി, ആദ്യമേ ആ സോൾഡറിങ് പേസ്റ്റ് ഉപയോഗിക്കാൻ മറന്നുപോയി. അന്നേരം ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാണ് ആ സോൾഡറിങ് പേസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് അടുത്ത ഒരു 2 വയർ സോൾഡർ ചെയ്ത് അതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മണ്ടയ്ക്ക് അതിൻ്റെ മുകളിലോട്ട് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ സോൾഡർ ചെയ്തത്. ഇത് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് സോൾഡറിങ് പേസ്റ്റ് വെക്കാം. ഇത് ബെൽഫിറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. കമ്പനി അല്ലാതെ അതിൻ്റെ നല്ലപോലെ ഫിക്സ് ആയിരിക്കാനുള്ളതാണ്. എന്നിട്ടിപ്പം നമുക്ക് ലെഡിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും ഇത് ഉപയോഗിച്ച്. അടുത്തായിട്ട് വയർ സ്ലീവർ, കട്ടർ, അതുപോലെ തന്നെ സ്ലീവർ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് നല്ലപോലെ ഈ ഒരു ഹോൾ കാണും, ആ ഹോളിൻ്റെ അകത്ത് വെച്ച് നല്ലപോലെ അമ്മയെ കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അതേപോലെ തന്നെ ഒത്തിരി ടൈറ്റ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസുലേഷൻ പോയിട്ട് ഒരു സ്ലീവായി കിട്ടും. കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താണ് കിട്ടിയത്, അല്ലാതെ ആദ്യമേ ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, കുറേ പ്രാക്ടീസ് വേണം. ഇപ്പോൾ ഇവിടെ വയർ ചുറ്റി എടുത്തിട്ടുണ്ട്, നമുക്ക് സോൾഡർ ചെയ്യാം. ഞാൻ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ലാസ്റ്റിൽ ഔട്ട്രോയിൽ പറഞ്ഞുതരാം. സൂക്ഷിക്കണം, എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം ഒന്ന് വീണു. അതുപോലെ തന്നെ ലാസ്റ്റിൽ സോൾഡറിങ് ചെയ്യേണ്ട ആ പ്ലഗിലും കുറേ വീണിരുന്നു. ലെഡ് ഒരുങ്ങി നമ്മൾ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ കയ്യിലും ഒക്കെ വീണ് പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതാണ് ഞാൻ സോൾഡർ ചെയ്തത്. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതിന് അൺബോക്സിംഗ് ആണ്, റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു വയർ കട്ടർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഡയോഡൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനം കിട്ടുന്നുണ്ട്. പിന്നെ സോൾഡറിങ് പേസ്റ്റ്, സോൾഡറിങ് ലെഡ്, ഇത്രയും സാധനമാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 276 രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ എനിക്കായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ പോയി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളാം. ആരും ഇതിൻ്റെ ഇവിടെ കയറി പിടിക്കരുത്, ചൂടാണ്. ലെഡ് വരെ ഒരുക്കുന്ന സാധനമാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാം, എല്ലാവർക്കും അറിയാം. പിന്നെ അറിയാത്തവർ 1% ആൾക്കാരുണ്ട് കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇവിടെ കയറി പിടിക്കരുത് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ഇതിൻ്റെ ചെറിയ കുറച്ചുള്ളത് കിട്ടും, അതിന് വില കുറവാണ്. ഇതിന് ഏകദേശം ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിന് ഏകദേശം 100 രൂപ ആ റേഞ്ചിലടിച്ച് വില വന്നു. ഇതിനൊന്നും ഇതിൻ്റെ വലുതിനാണെന്ന് അറിയത്തില്ല, 5 വില വന്നു. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൈ മുറിയും. നല്ല മുറിച്ചത് കോപ്പർ വയർ വരെ മുറിച്ച് കളയും, ഇതുപോലെ മുറിച്ചാണ് സൂക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ ഇത് കൊണ്ട് ഈ ബട്ടൺ കണ്ടോ,
നമ്മൾ ഇങ്ങനെ അത് കഴിഞ്ഞത് മാറും. ഇപ്പോൾ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പൊസിഷനിലാക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അതേ വിടുക. ആ വിടണം. എന്നിട്ട് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യുക, വിടുക. ഉണ്ടോ? അങ്ങനെ ടെക്നോളജികളുണ്ട്. പിന്നെ സോൾഡറിങ് പേസ്റ്റ്, എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇതെന്തിനാന്ന്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഡിന്റെ ഉപയോഗം ഒത്തിരി കുറയത്തില്ല, എന്നാലും കുറച്ച് കുറഞ്ഞു കിട്ടും. അതിനാണ് ഈ സോൾഡറിങ് പേസ്റ്റ്. പിന്നെ സ്റ്റാൻഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിങ്ങനെ വെക്കാം. അത് തന്നെയല്ല, ഇതിന്റെ വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ പുറത്ത് പ്ലാസ്റ്റിക് ഉണ്ട്. ഇതേലെങ്ങാണം അറിയാതെ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉരുകി ഇത് കിഴിഞ്ഞു പോകും. അങ്ങനെ അപകടം ഉണ്ടാകാതിരിക്കാനാണ്. അതേസമയം നമ്മൾ ഇതേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് വന്ന് ഈ ഗ്യാപ്പ് വന്നിരിക്കും. അത് നമുക്ക് അങ്ങനെയുള്ള അപകടം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ട്രിപ്പിൾ പിന്നാണ്. എർത്തിന്റെ വയറുണ്ട്, അന്നേരം സേഫ്റ്റി ഉണ്ടെന്ന് ഉറപ്പിക്കാം. പിന്നെ നമുക്ക് ഇതിങ്ങനെ നമുക്ക് സ്ക്രൂ തരും, ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഈ പ്രൊഡക്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത്രയും വില കുറവ്, ഇത്ര നല്ല പ്രൊഡക്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യാനുള്ള സമയമായി. ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്. ക്യാമറ മച്ചാൻ.